എല്ലാവർക്കും നമസ്കാരം. ഒരു ഇലക്ട്രോണിക് സ്വിച്ചായും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററായും ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. വരൂ, ഈ വീഡിയോയുടെ സഹായത്തോടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. സെഷൻ ഉദ്ദേശലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ ഓഫിൽ നിന്ന് ഓണാക്കി മാറ്റുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഫോർവേഡ് ബയാസ് കറന്റ് നിർണ്ണയിക്കാനും ട്രാൻസിസ്റ്ററൈസ്ഡ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും നിർമ്മിക്കാനും പരിശോധിക്കാനും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും റിപ്പിൾ അളക്കാനും കഴിയും. ഇലക്ട്രോണിക് സ്വിച്ചുകളായും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററുകളായും നമുക്ക് ട്രാൻസിസ്റ്ററുകളെ സംക്ഷിപ്തമായി ചർച്ച ചെയ്യാം. ട്രാൻസിസ്റ്ററുകളുടെ പ്രധാന പ്രയോഗങ്ങൾ ആംപ്ലിഫയറുകളും ഇലക്ട്രോണിക് സ്വിച്ചുകളുമാണ്. ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്വിച്ചായി ഓപ്പറേറ്റിംഗ് റീജിയനെ ആശ്രയിക്കുന്നു. ഓരോ ട്രാൻസിസ്റ്ററിനും 3 പ്രവർത്തന മേഖലകളുണ്ട്: സജീവ മേഖല, സാച്ചുറേഷൻ മേഖല, കട്ട് ഓഫ് മേഖല. ഫോർവേഡ് ബയാസിലും റിവേഴ്സിലും ടെർമിനലുകൾ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഈ പ്രവർത്തന മേഖലകളെ വേർതിരിക്കുന്നു. ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനത്തിനായി DC സപ്ലൈ നൽകിയിരിക്കുന്നു. ഈ എമിറ്ററിലെയും കലക്ടറിലെയും ഭൂരിഭാഗം കാരിയറുകളുടെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ 2 PN ജംഗ്ഷനുകൾക്ക് ഈ DC വിതരണം നൽകുന്നു. ഞങ്ങളുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ജംഗ്ഷനുകൾ ഫോർവേഡ് റിവേഴ്സ് ബയാസ് ആണ്. P ടൈപ്പ് മെറ്റീരിയലിൽ പോസിറ്റീവ് വോൾട്ടേജും N ടൈപ്പ് മെറ്റീരിയലിൽ നെഗറ്റീവ് വോൾട്ടേജും പ്രയോഗിക്കുന്ന അവസ്ഥയാണ് ഫോർവേഡ് ബയസ്. N ടൈപ്പ് മെറ്റീരിയലിൽ പോസിറ്റീവ് വോൾട്ടേജും P ടൈപ്പ് മെറ്റീരിയലിൽ നെഗറ്റീവ് വോൾട്ടേജും ഉപയോഗിക്കുന്ന അവസ്ഥയാണ് റിവേഴ്സ് ബയസ്. ഈ ബയാസ് രീതികൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് 3 തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നു: സജീവ മേഖല, സാച്ചുറേഷൻ മേഖല, കട്ട് ഓഫ് മേഖല. സജീവ മേഖല. ട്രാൻസിസ്റ്റർ സാധാരണയായി ഈ മോഡിൽ നിലവിലെ ആംപ്ലിഫയറായി ഉപയോഗിക്കുന്നു. സജീവ മോഡിൽ 2 ജംഗ്ഷനുകൾ ഡിഫറൻ്റ്ലി ബയാസ്ഡ് ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ്. കൂടാതെ കലക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഈ മോഡ് എമിറ്ററിനും കലക്ടർക്കും ഇടയിൽ ബേസിന് ആനുപാതികമായ രീതിയിൽ വൈദ്യുതധാര ഒഴുകാൻ അനുവദിക്കുന്നു. ഒരു ഇലക്ട്രോണിക് സ്വിച്ചായി പ്രവർത്തിക്കാൻ ഒരു ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അഥവാ ഓൺ, കട്ട് ഓഫ് മേഖലകളിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. സാച്ചുറേഷൻ മേഖല. ഈ പ്രവർത്തന രീതിയിൽ എമിറ്റർ ബേസ്, കലക്ടർ ബേസ് ജംഗ്ഷനുകൾ ഫോർവേഡ് ബയാസ്ഡ് ആണ്. കലക്ടർ മുതൽ എമിറ്റർ വരെ വൈദ്യുതധാരയുടെ സ്വതന്ത്ര പ്രവാഹത്തിന് ചെറിയ പ്രതിരോധമുണ്ട്. ട്രാൻസിസ്റ്റർ ഈ മോഡിൽ ഫലപ്രദമായി ഒരു ഇറുകിയ സർക്യൂട്ടാണ്, കാരണം ഇത് പൂർണ്ണമായും സ്വിച്ച് ചെയ്യുന്നു. കൂടാതെ സ്വിച്ചിങ്ങിനും ഡിജിറ്റൽ ലോജിക്കിനുമുള്ള സർക്യൂട്ടുകൾ പതിവായി ഉപയോഗിക്കുന്നു. കട്ട് ഓഫ് മേഖല. ഈ മോഡിൽ കലക്ടർ ബേസ് ജംഗ്ഷനും എമിറ്റർ ബേസ് ജംഗ്ഷനും റിവേഴ്സ് ബയാസ്ഡ് ആണ്. 2 PN ജംഗ്ഷനുകളും റിവേഴ്സ് ബയാസ്ഡ് ആയതിനാൽ ചെറിയ ചോർച്ച പ്രവാഹങ്ങൾ ഒഴികെ മിക്കവാറും കറണ്ട് ഫ്ലോ ഇല്ല. ഇത് സാധാരണയായി കുറച്ച് നാനോ ആംബിയറുകളുടെയോ പീക്കോ ആംബിയറുകളുടെയോ ക്രമത്തിലാണ്. ഈ മോഡിലെ BJT സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഇത് പ്രധാനമായും ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററായി ട്രാൻസിസ്റ്റർ. ലോഡിലുടനീളം ഔട്ട്പുട്ട് ടെർമിനലുകളിൽ പവർ സ്ഥിരവും നിയന്ത്രണവും നിലനിർത്തുന്ന ഒരു ഉപകരണമാണ് റെഗുലേറ്റർ.
വോൾട്ടേജ് വ്യതിയാനങ്ങളും ലോഡ് അസന്തുലിതാവസ്ഥയും കാരണം ലോഡ് ഭാഗത്ത് സ്ഥിരമായ വോൾട്ടേജ് നിലനിർത്തുന്നത് നിർണായകമാണ്. ഉപകരണത്തിൻ്റെ പ്രകടനവും വിപുലീകരണത്തിലൂടെ സർക്യൂട്ടും വോൾട്ടേജ് വ്യതിയാനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പോലെയുള്ള സെൻസിറ്റീവ് ലോഡുകൾ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയാൽ ലോഡ് വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. സെൻസിറ്റീവ് ലോഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അനാവശ്യ ഹാർമോണിക്സ് ലോഡിനെ ബാധിക്കുകയും ഫലമുണ്ടാക്കുകയും ചെയ്യുന്നതിനാൽ പവർ ക്വാളിറ്റി ഒരു പ്രശ്നമാണ്. റെഗുലേറ്റർ ലോഡ് വോൾട്ടേജ് സ്ഥിരവും സ്വതന്ത്രവും നിലനിർത്തുന്നു. ഒരു ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്ഥിരമായ തലത്തിൽ നിലനിർത്തുന്ന ഒരു ഉപകരണമായി നിർവചിക്കാം. ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ നിയന്ത്രിക്കുന്ന ഘടകമായി പ്രവർത്തിക്കുന്നു. ഇത് അനിയന്ത്രിതമായ ഇൻപുട്ട് എടുക്കുകയും നിയന്ത്രിത ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു. ഈ സർക്യൂട്ട് ട്രാൻസിസ്റ്റർ തത്വം ഉപയോഗിക്കുന്നു. ബയാസ് വോൾട്ടേജിലെ മാറ്റത്തോടെ അതിൻ്റെ പ്രതിരോധം പരിഷ്കരിക്കുന്നു. ട്രാൻസിസ്റ്റർ സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാന വോൾട്ടേജ് നിലനിർത്താൻ ഇത് ഒരു സെനർ ഡയോഡ് ഉപയോഗിക്കുന്നു. വോൾട്ടേജ് റെഗുലേറ്ററുകൾ, അഡാപ്റ്ററുകൾ, റെക്ടിഫയർ സർക്യൂട്ടുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഇത് പതിവായി ഉപയോഗിക്കുന്നു. റെഗുലേറ്റർ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കിയുള്ള ലോഡ് ഉപയോഗിച്ച് ഷണ്ട്സ്. ഇവ പ്രായോഗികമാക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഘടകങ്ങളും നമുക്ക് ശേഖരിക്കാം. ആമ്മീറ്റർ MC 0 മുതൽ 100 വരെ മില്ലി ആംപിയർ 1. ആമ്മീറ്റർ MC 0 മുതൽ 100 വരെ മൈക്രോ ആംപിയർ 1. വോൾട്ട് മീറ്റർ MC 0 മുതൽ 15 വോൾട്ട് വരെ 1. നിയന്ത്രിത DC പവർ സപ്ലൈ 0 മുതൽ 30 വരെ VDC 1 ആംപിയർ 1. ട്രാൻസിസ്റ്റർ BC 107 1. വിളക്ക് 6 വോൾട്ട് 150 മില്ലി ആംപിയർ 1. വേരിയബിൾ റെസിസ്റ്റർ 250 കിലോ ഓം 1. ബ്രെഡ് ബോർഡ് 1. ഡ്രൈ സെൽ 1.5 വോൾട്ട് 1. ട്രാൻസിസ്റ്റർ SL100 അല്ലെങ്കിൽ തത്തുല്യമായത് 1. സീനർ ഡയോഡ് 12 വോൾട്ട് 1/4 വാട്ട് 1. റെസിസ്റ്ററുകൾ 180 ഓം 1, 1 കിലോ ഓം 2, 220 ഓം 1, 330 ഓം 1. കപ്പാസിറ്റർ 10 മൈക്രോ ഫാരഡ് 25 വോൾട്ട് 1. LED ചുവപ്പ് നിറം 1. ഹുക്കപ്പ് വയറുകൾ, അതായത് ചുവപ്പും കറുപ്പും 1 മീറ്റർ വീതം. ചുമതല 1. ഒരു ഇലക്ട്രോണിക് സ്വിച്ചായി ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് നടപ്പിലാക്കുക. ട്രാൻസിസ്റ്റർ BC 107 ഡാറ്റ ബുക്കിൽ നിന്ന് സവിശേഷതകൾ ശേഖരിക്കുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സർക്യൂട്ട് പ്രോഗ്രാം ബന്ധിപ്പിക്കുക. സ്വിച്ച് S1 വേരിയബിൾ റെസിസ്റ്റർ 250 കിലോ ഓം, മൈക്രോ ആമ്മീറ്റർ എന്നിവ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ബന്ധിപ്പിക്കുക. അനിയന്ത്രിതമായ DC ഇൻപുട്ട് സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. ഔട്ട്പുട്ടിലേക്ക് ശ്രേണിയിലുള്ള മില്ലി ആമ്മീറ്റർ ബന്ധിപ്പിക്കുക. നിയന്ത്രിത വോൾട്ടേജ് അളക്കാൻ ഔട്ട്പുട്ടിന് സമാന്തരമായി വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. ഉപകരണങ്ങളുടെ പ്രത്യേക ശ്രേണിയും ശരിയായ പൊളാരിറ്റിയും പരിശോധിക്കുക. പവർ സപ്ലൈ യൂണിറ്റിൻ്റെ വോൾട്ടേജ് നോബും 0 വോൾട്ടിൽ സപ്ലൈ ഓഫാക്കി വയ്ക്കുക. വോൾട്ടേജ് നോബ് പ്രവർത്തിപ്പിച്ച് പവർ ഓൺ ആക്കി കലക്ടർ സപ്ലൈ 10 വോൾട്ടായി സജ്ജമാക്കുക. ബേസ് എമിറ്റർ സർക്യൂട്ടിലേക്ക് സ്വിച്ച് S1 അടച്ച് ബാറ്ററി വിതരണം ഓണാക്കുക.
5 മൈക്രോ ആംപിയറുകളുടെ ബേസ് കറണ്ടിനായി VR ക്രമീകരിക്കുക. കളക്ടർ കറണ്ട് ശ്രദ്ധിക്കുകയും ടാബുലേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ടാബുലേഷനിലെ പോലെ IB 90 മൈക്രോ ആംപിയർ ഇൻ സ്റ്റെപ്പുകളായി മാറ്റുക. IC മാറാതെ IBയുടെ മൂല്യം പരിശോധിക്കുക. അതായത് IC പൂരിതമാണ്. IC സാച്ചുറേഷനിൽ എത്തുന്ന IBയുടെ കൃത്യമായ മൂല്യം കണ്ടെത്താൻ 2 റീഡിങ്ങുകൾക്കിടയിലുള്ള IB ബേസ് കറണ്ട് വ്യത്യാസപ്പെടുത്തുക. IC സാച്ചുറേഷൻ ഉണ്ടാക്കാൻ IBയെ മിനിമം മുകളിലുള്ള ഒരു മൂല്യത്തിലേക്ക് സജ്ജീകരിക്കുക. പ്രവർത്തനത്തിലൂടെ ഓൺ ഓഫ് പ്രവർത്തനം പരിശോധിക്കുക. വൈദ്യുതി വിതരണം സ്വിച്ച് ഓഫ് ചെയ്യുക. കളക്ടർ സർക്യൂട്ടിൽ 6 വോൾട്ട് 150 മില്ലി ആംപിയർ വിളക്ക് ബന്ധിപ്പിച്ച് പവർ സപ്ലൈ ഓൺ ചെയ്യുക. ലാമ്പ് പ്രകാശിക്കുന്നത് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ലാമ്പ് കത്തുന്നത് വരെ വർദ്ധിപ്പിക്കുന്നതിന് ബേസ് കറണ്ട് ചെറുതായി ക്രമീകരിക്കുക. ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് പ്രവർത്തിപ്പിച്ച് ലാമ്പിന്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുക. കളക്ടർ കറണ്ട് ഗ്രാഫിലേക്ക് ബേസ് വരച്ച് അതിന്റെ അവസ്ഥകൾ അടയാളപ്പെടുത്തുക. ചുമതല 2. ട്രാൻസിസ്റ്ററൈസ്ഡ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ നിർമ്മിക്കുക. ഡാറ്റ ബുക്ക് റെഫർ ചെയ്യുക. നൽകിയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ആവശ്യമായ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. നൽകിയിരിക്കുന്ന ഘടകങ്ങളുടെ അവസ്ഥ സ്ഥിരീകരിക്കുന്നതിന് പരിശോധന നടത്തുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ബ്രെഡ് ബോർഡിലെ ഘടകങ്ങൾ നിർമ്മിക്കുക. വയേർഡ് സീരീസ് റെഗുലേറ്റർ ബോർഡിന്റെ ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് 0 മുതൽ 30 വരെ വോൾട്ടുകളുടെ അനിയന്ത്രിതമായ DC വോൾട്ടേജ് ബന്ധിപ്പിക്കുക. അനിയന്ത്രിതമായ DC വിതരണത്തിലേക്ക് AC മെയിൻ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. ശ്രേണിയുടെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇൻപുട്ട് പവർ സപ്ലൈ വോൾട്ടേജ് 2 വോൾട്ട് സ്റ്റെപ്പിൽ വർദ്ധിപ്പിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുക. ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. 2ന്റെ വോൾട്ടേജ് ഘടകങ്ങൾ വർദ്ധിപ്പിച്ച് അനുബന്ധ ഔട്ട്പുട്ട് വോൾട്ടേജ് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. വോൾട്ടേജ് ഘടകങ്ങൾ 16 വോൾട്ട് വരെ വർദ്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജിൽ 12 വോൾട്ടിനപ്പുറം ഇൻപുട്ട് വോൾട്ടേജിൽ 12 വോൾട്ട്, 14 വോൾട്ട് അല്ലെങ്കിൽ 16 വോൾട്ട് എന്നിവയ്ക്കപ്പുറമുള്ള വർധനവ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു മാറ്റവും വരുത്തില്ല. ഓഫ് ചെയ്ത് PS-ന്റെ ഇൻപുട്ട് വശത്തേക്കും ഔട്ട്പുട്ട് വശത്തേക്കും CROയിലേക്ക് കണക്ട് ചെയ്യുക. അതായത് ഡുവൽ ട്രേസ് CRO ഉപയോഗിച്ച്. സർക്യൂട്ടിന്റെ റിപ്പിൾ അവതരണം അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിൽ നന്ദി. ഒരു ഇലക്ട്രോണിക് സ്വിച്ചായും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററായും ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുമായി പരിശീലിക്കുക. നല്ല ആനന്ദകരമായ ഒരു പഠനം ആശംസിക്കുന്നു.